ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. പ്രത്യേകിച്ച് സമ്മറൊക്കെ ആയതുകൊണ്ട് തന്നെ വെതറൊക്കെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഉന്മേഷവും ഉണർവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യാൻ വരുന്നതാണ് റെയിൽവേ സ്റ്റേഷനിൽ. ഞങ്ങൾ ഹെൻഡിന് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറിയിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് ഏകദേശം ഒരു 1 hour ജേർണി ഉണ്ട് കേട്ടോ ഹെൻഡ് വരെ. ട്രെയിനിൽ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടെ ഉള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് ബസ്സിനോ അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും വരുവാണെങ്കിൽ സാധാരണയായിട്ട് അവിടെ നിന്ന് ഷൈജേട്ടൻ വരാറുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, സുഷ്തേനെയും ഷൈജേട്ടനെയൊക്കെ അറിയാലോ. ഞാൻ ഇടയ്ക്കൊക്കെ അവിടെ പോകുന്നതാണ്. എൻ്റെ ഫ്രണ്ടാണ്. അപ്പം ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി. അപ്പോൾ ഇവിടെ ഇപ്പം വഴക്കുണ്ടാക്കുന്ന ഷൂ ഇടാൻ വേണ്ടിയാണ്. അവൾക്ക് സ്വന്തമായിട്ട് ഇടണം. പൊന്നു അവളെ ഹെൽപ്പ് ചെയ്യാൻ അവൾക്ക് ഇഷ്ടമില്ല. അപ്പം സ്വന്തമായിട്ടിട്ട് അതിനകത്ത് കയറുന്നുമില്ല അതിനാണ് ഈ അലച്ച് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ബാക്കിയുള്ള വണ്ടികളെക്കാളൊക്കെ ഇഷ്ടം എനിക്ക് ട്രെയിനെ യാത്ര ചെയ്യുന്നതാണ്. ഇപ്പം കാറിനേക്കാളും അല്ലെങ്കിൽ ഫ്ലൈറ്റിനേക്കാളും ബസ്സിനേക്കാളും ബാക്കി നമ്മൾ സാധാരണയായിട്ട് പോകുന്ന എല്ലാ വണ്ടികളെക്കാളും എനിക്കിഷ്ടം ട്രെയിനാണ്. പ്രത്യേകിച്ച് കുട്ടികളെയും കൊണ്ട് പോകുമ്പം എനിക്ക് ട്രെയിനാട്ടോ ഇഷ്ടം. നമുക്ക് കൂടുതൽ സ്പേസ് ഉണ്ട്. ഇവർക്ക് കളിക്കാനാണേലും കുറച്ച് ഒച്ചയൊന്നും എടുത്താലോ അല്ലെങ്കിൽ ഒന്ന് ഇറങ്ങി നടന്നാലോ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ട്രെയിനെ യാത്ര ചെയ്യുന്ന കുട്ടികളെയും കൊണ്ട്. അപ്പോൾ കുറേ നേരമൊക്കെ അവരിരുന്ന് കളിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ചോക്ലേറ്റ്സ് ഏതാണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കവർ വെച്ചിട്ട് കളിക്കുന്നതാണ് ഈ കാണുന്നത്. ഞാനിങ്ങനെ കുറച്ച് ദൂരെയൊക്കെ പോവുകയാണെങ്കിൽ എപ്പോഴും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും പടം വരയ്ക്കാനോ ഡ്രോയിങ് ബുക്കോ അങ്ങനെ എന്തെങ്കിലും എടുക്കും. അപ്പം വലിയ ബോറടിക്കാണ്ട് അതൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ഇരുന്നോളൂ കേട്ടോ. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. ഞങ്ങൾ ഹെൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പം സാധാരണയായിട്ട് ഷൈജേട്ടൻ വന്ന് ഞങ്ങളെ കൊണ്ടുപോകാറാണ് പതിവ്. പക്ഷേ ഇന്ന് ഷൈജേട്ടൻ ഇച്ചിരി തിരക്കായതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു തന്നെ ഞങ്ങൾ ബസ്സിന് വന്നോളാം, കുഴപ്പമില്ല. അപ്പോൾ അവിടുന്ന് ബസ്സും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണ്ടൊക്കെ അങ്ങനെ ബസ്സിന് പോയിക്കൊണ്ടിരുന്ന കേട്ടോ, ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പം ഇവരൊക്കെ പിള്ളേരൊക്കെ ആയതോടുകൂടിയാണ് ഇപ്പം ഇച്ചിരി മടിയായി തുടങ്ങിയത്. അപ്പം മിക്കവാറും ഇപ്പം എല്ലാവർക്കും വണ്ടിയൊക്കെ ആയതോടുകൂടി അവർ വന്ന് കൊണ്ടുപോവാണ് പതിവ്. അപ്പോൾ ഇന്ന് തിരക്കായതുകൊണ്ട് തന്നെ പിന്നെ ബസ്സിന് പോയേക്കാം എന്നോർത്തു. അപ്പം ഇത് ഫ്ലാന്തർ റീജിയൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വലോണിയിലാണല്ലോ താമസിക്കുന്നത്, ഫ്രഞ്ച് റീജിയൻ. അപ്പം ഇവിടുത്തെ ബസ്സും അവിടുത്തെ ബസ്സുകളും തമ്മിലൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അത് ഒരു ചെറിയ കൺട്രിയിൽ ഇങ്ങനെ 2 രീതിയാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങൾക്കും ഇവർക്ക് വ്യത്യാസമുണ്ട്. ഇവർക്ക് ചെറിയ ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വലോണും ഫ്ലാന്തറും തമ്മിൽ. നിയമങ്ങൾ വ്യത്യാസമുണ്ട്, എല്ലാ കാര്യങ്ങളിലും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിവിടുത്തെ ബസ്സിൻ്റെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു താനും. പിന്നെ നമുക്ക് കാർഡ് വെച്ച് പേ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പൈസയായിട്ട് ഇവിടെ കൊടുക്കാൻ പറ്റില്ല കേട്ടോ. കാർഡ് വെച്ച് തന്നെ നമ്മൾ പേ ചെയ്യണം ഇവിടുത്തെ ബസ്സുകളിൽ. ഫ്ലാന്തറിൽ വലോണി പക്ഷെ നമുക്ക് പൈസയായിട്ടും കൊടുക്കാമേ. എനിക്കറിയില്ല ഫ്ലാന്തറിൽ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ കാർഡ് വെച്ച് ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എന്നാണെങ്കിലും ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അടിപൊളിയാട്ടോ. ഈ ഹെൻഡിലെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വലിയ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ ബ്രസൽസിലെയൊക്കെ പോലെ അത്ര ഇല്ലെങ്കിലും പക്ഷെ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ ആട്ടോ. ഇപ്പോൾ ഈ കാണുന്ന ഒരു പുതിയ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ പോലും സാധാരണയായിട്ട് ഇവിടുത്തെ പഴയ കെട്ടിടങ്ങളൊക്കെയാണ് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനും ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ഓഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്കി ഇവർ മാറ്റുന്നത്. അകത്ത് നന്നായിട്ട് റിനോവേഷൻ ചെയ്തിട്ട് പുറത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുവേ. അതുകൊണ്ടാണ് ബെൽജിയത്തിൽ നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ ബിൽഡിങ്ങുകളും ഒരു പഴയ രീതിയിൽ തന്നെ കാണുന്നത്. ഇങ്ങനെ ഇവിടെ ഒന്നും ഭിത്തികളൊന്നും അങ്ങനെ തേക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അത് ആ പഴയ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. ഇപ്പം നമ്മൾ ഈ പോകുന്ന വഴിയിലുള്ള വീടുകളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം വളരെ കുറഞ്ഞ വീടുകൾ മാത്രമാണ് അവർ പുറത്തുനിന്ന് ഐസൊലേഷനൊക്കെ ചെയ്ത് നമ്മുടെ നാട്ടിലെ പോലെ തേച്ച് അങ്ങനെയൊക്കെ വരുന്നത്. അല്ലെങ്കിൽ കൂടുതലും ഈ പഴയ രീതിയിൽ തന്നെയാണ്. പക്ഷെ അകത്ത് നല്ല രീതിയിൽ റിനോവേഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തി കേട്ടോ. ഞങ്ങൾ വീട്ടിലെത്തിയപ്പം തന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ കുട്ടാപ്പിയൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ അവർ കമ്പനിയായി. അവർ 3 പേരും അവരുടെ കളികളും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. അപ്പം ഞങ്ങൾ വന്ന വഴി തന്നെ ഫുഡ് കഴിച്ചു. കാരണം ഞങ്ങൾ വന്നപ്പം തന്നെ 3 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാണ്ട് വന്നുകൊണ്ട് തന്നെ ഫുഡ് എടുത്തോന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ടോയ്സേട്ടനും അതായത് അവരുടെ അയൽവക്കമാണ്, ഒത്തിരി അടുത്ത അയൽവക്കം എന്നല്ല എന്നാലും നമുക്കൊരു സൈക്കിളിനൊക്കെ പോയി വരാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം ടോയ്സേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിറ്റേ ദിവസത്തേക്ക് നമ്മുടെ കുട്ടാപ്പിയുടെ ബർത്ത്ഡേ ആണ്, അതിനാണ് നമ്മൾ വന്നത്. ഞാൻ ആ കാര്യം പറയാൻ മറന്നുപോയി ശരിക്കും പറഞ്ഞാൽ. അപ്പം ബർത്ത്ഡേക്കുള്ള ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ബലൂൺ വീർപ്പീരും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ടോയ്സേട്ടനാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്താക്കുന്നത്. ബലൂണെല്ലാം വീർപ്പിച്ച് വെക്കാം. അപ്പം പിറ്റേ ദിവസം ജസ്റ്റ് ഗാർഡനിലേക്ക് ഇറക്കി വെച്ചാൽ മതിയല്ലോ എന്നാണ് നമ്മൾ ഓർത്തത്. അപ്പം സമ്മർ ആയതുകൊണ്ട് ഒരു പ്രാവശ്യം നമുക്ക് പുറത്ത് വെച്ച് നടത്താം. നമുക്ക് സമ്മറിൽ മാത്രമേ ഇങ്ങനെ പുറത്ത് വെച്ച് കാര്യങ്ങൾ നടത്താൻ പറ്റത്തുള്ളൂ. ബാക്കി എല്ലാ പരിപാടിയും എപ്പോഴും നമ്മൾ വീടിനകത്താണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് പുറത്ത് വെച്ച് ചെയ്യാം
എന്നുള്ള ഇതായിരുന്നേ. അപ്പം ബലൂണെല്ലാം വീർപ്പിച്ച് എല്ലാം സെറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് നേരം ഗാർഡനിൽ ഇറങ്ങിയിരുന്നു. പിള്ളേരിങ്ങനെ ബബിൾസും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിള്ളേർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ബബിൾസ് കാണാൻ നല്ല ഇഷ്ടമാണല്ലോ. അപ്പോൾ അവർ കളിക്കുന്നത് നോക്കി ഞങ്ങൾ ഇരുന്നു. കുറേ നേരമൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ്. അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും സുഷ്തയുടെ വേറൊരു ഫ്രണ്ടും വൈഫും കൊച്ചും കൂടെ വരുമായിരുന്നു. അപ്പം ഞങ്ങൾ അവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ കുറച്ച് വൈകുന്നേരം രാത്രി ആവാറായിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ഈ സമ്മർ ടൈമിൽ നമുക്ക് കുറച്ചും കൂടെയൊക്കെ വെളിച്ചം കിട്ടുവേ. രാത്രി ആയാലും നമുക്ക് അത്യാവശ്യം വെട്ടമൊക്കെ കിട്ടും. ഇവരെ ഗാർഡൻ ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. ശരിക്കും വിൻ്റർ ടൈമിലാണ് കാണിച്ചേക്കുന്നത്. അന്ന് ഇത്രയും പച്ചപ്പൊന്നും ഇല്ലായിരുന്നേ. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം ബനാന ട്രീയും അതുപോലെ തന്നെ നമ്മുടെ ബാക്കി ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം ഇവർക്ക് എന്താ പറയുക ഗ്രേപ്സ് ഉണ്ട്. അതുപോലെ തന്നെ വേറെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പം ആപ്പിളും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആയി വരുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ജസ്മി എന്ന് പറഞ്ഞ അവളുടെ ഒരു ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ആയി കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച ജസ്മി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു, ടിൻഡു എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ആയി. പിള്ളേരെല്ലാം പെട്ടെന്ന് തന്നെ കമ്പനിയായി. അവരെല്ലാവരും കൂടെ കളികളും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. അപ്പം വൈകുന്നേരം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ചോറൊക്കെ ഉണ്ടു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ ഇവർ കളിച്ചു. ആർക്കും ഉറങ്ങണമെന്നൊന്നും താല്പര്യമില്ലായിരുന്നു. കുറേ നേരമൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നാൽ ഉറങ്ങിയേക്കാം എന്നുള്ള ഇതിലായി. അപ്പോഴത്തേക്കും പിള്ളേർക്ക് ആർക്കും ഉറങ്ങണമെന്ന് താല്പര്യമില്ല. അവർക്കെല്ലാവർക്കും അവർക്കൊന്നിച്ച് കിടക്കണം എന്നായിരുന്നേ. അപ്പം ഞങ്ങൾ പറഞ്ഞു അത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും അവനവൻ്റെ പേരൻസ് അവനവൻ്റെ പിള്ളേരെയും കൊണ്ട് പോയേക്കാം എന്നുള്ള ഇതായി. ഇവർക്ക് എന്ത് ചെയ്താൽ വരണ്ട. അപ്പം മറ്റേ എയർബെഡായിരുന്നു നമ്മൾ ഇട്ടിരുന്നത്. അപ്പോൾ അവർക്ക് ആ എയർബെഡും കൂടെ ആയപ്പോഴത്തേക്ക് ഇവർക്ക് കളിക്കാൻ ഇഷ്ടമായിട്ടോ 3 പേർക്കും. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ 3 ഫാമിലിയും തമ്മിൽ സുഷിതയായിട്ട് മാത്രമാണ് എല്ലാവർക്കും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തേ ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ വന്നു കഴിഞ്ഞപ്പം അങ്ങനെ ഒരു വ്യത്യാസമേ ഇല്ലായിരുന്നു. നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ അറിയില്ലാത്തവരാണോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് എല്ലാവരും കൂട്ടായി. എല്ലാവർക്കും ഏകദേശം ഒരേ സംസാര രീതികളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് കമ്പനിയായി. എല്ലാവരും എല്ലാത്തിനും സഹകരിക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്നു, തമാശ പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നു. അതൊരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തലേദിവസം തന്നെ എല്ലാവരും എത്തിയോണ്ട്, എല്ലാവരും ദൂരേന്ന് വരുന്നവരായിരുന്നേ. അതുകൊണ്ട് തലേദിവസം തന്നെ എത്തിയോണ്ട് ഒരു പ്രത്യേക വൈബായിരുന്നു. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും നമ്മൾ സംഭവങ്ങളെല്ലാം ഒരു 12 മണിക്കും 12:30ക്കും ഒക്കെ ഇടയ്ക്കായിരുന്നു നമ്മൾ കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പം പുറത്തേക്ക് ഡെക്കറേഷൻ എല്ലാം എടുത്തു വെച്ച് നല്ല ഭംഗിയുണ്ടല്ലോ. ഒരു റെയിൻബോ തീം പോലെയായിരുന്നു. പല കളറുള്ള ബലൂൺസും കാര്യങ്ങളും. ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവരുടെ തൊട്ടടുത്തുള്ള അയൽവക്കം അവരുടെ ഡച്ച് ഫാമിലിയാണേ. 2 ഫാമിലി ഉണ്ടായിരുന്നു. അവർ 2 ഫാമിലിയും വന്നു. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫും പിന്നെ ലിൻഡ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി ഉണ്ടായിരുന്നേ. അവരും വന്നു കേട്ടോ. അവർ വന്നതോടുകൂടി നമുക്കെന്നെ കേക്ക് മുറിക്കാം എന്നുള്ള ഇതിലായി. അപ്പോൾ അവർ വന്നപ്പോൾ തന്നെ സുഷിതയുടെ ഹെയറൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇങ്ങനെ പറയുന്നത് നല്ല രസമുണ്ട്, നിങ്ങളുടെ കോസ്റ്റ്യൂം കാണാൻ നല്ല രസമുണ്ട്. കാരണം അവർ സാരി ഉടുത്ത് നമ്മൾ അങ്ങനെ കണ്ടിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞു കേക്ക് വന്നു. കേക്ക് മുറിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇച്ചായൻ വന്നില്ലായിരുന്നു. പക്ഷേ കേക്ക് പുറത്തെടുത്ത് വെച്ചോടുകൂടി അത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവാൻ തുടങ്ങി. അപ്പം പിന്നെ ശരിക്കും ഷൈജറിൻ്റെ ഒരു ഫ്രണ്ടും ഇച്ചായനുമായിരുന്നു വരാനുണ്ടായിരുന്നേ. നമ്മളപ്പോൾ അവരെ വെയിറ്റ് ചെയ്തില്ല. അവരെ വിളിച്ച് പറഞ്ഞു കേക്ക് കട്ട് ചെയ്യുവാന്ന്. എന്നിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്ത് സ്പൈഡർമാൻ്റെ തീമിലുള്ള കേക്കായിരുന്നു. അവന് സ്പൈഡർമാൻ ഇഷ്ടമാണ് കുട്ടാപ്പിക്ക്. അപ്പം ആ ഒരു തീമിലുള്ള കേക്കായിരുന്നു വാങ്ങിച്ചത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇവർ ഗിഫ്റ്റ് കൊണ്ടുവന്നത് പൊട്ടിക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്കൊക്കെ മുറിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡ് നമുക്ക് ഇതായിരുന്നു, ചിക്കനും ഫ്രൈഡ് റൈസും അങ്ങനെ ഒക്കെ ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതെല്ലാം കട്ട്ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ കഴിച്ചു, പരിപാടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുക കേട്ടോ. കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെ കുറച്ചേരൊക്കെ വർത്താനം പറഞ്ഞ് നമ്മൾ തിരിച്ചു പോയി. ശരിക്കും പറഞ്ഞാൽ കഴിക്കുന്ന വീഡിയോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഇങ്ങ് തിരക്കായിപ്പോയി. നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ഇറങ്ങി. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ ബൈ ബൈ. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.